ഹലോ ആരാ? അതെ, ആദിത്യവർമ്മയാണ്. എന്ത്? ഓക്കെ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. സാർ, രാവിലെ പരാതി എന്നുകൊണ്ടാണ് ഞാൻ സാറിനെ ഇപ്പോൾ വിളിച്ചത്. എടോ, അത് പ്രീതി തന്നെയാണോ? ഞങ്ങൾക്ക് ഉറപ്പില്ല സാർ അതാണോ എന്ന്. സാർ പോയിട്ട് നോക്കിയിട്ട് വരൂ. എടോ, എനിക്ക് എനിക്ക് ധൈര്യം കിട്ടുന്നില്ല. സാർ, വെറുതെ വിഷമിച്ചെന്നൊരു കാര്യമില്ല. സാർ അത് പോയി നോക്കി കൺഫേം ചെയ്താലേ ഞങ്ങൾക്ക് തുടർ നടപടികൾ എടുക്കാൻ പറ്റൂ. ഞാൻ പോയി നോക്കാം. ഓക്കെ സാർ, നോക്കിയിട്ട് വരൂ. എന്റെ ഈശ്വര, അത് പ്രീതിയാവരുതേ. സാർ, നോക്കിയോ? എടോ, അത് പ്രീതിയല്ല. സാർ, നല്ലോണം നോക്കിയോ? നോക്കി, അത് പ്രീതിയല്ല. ഉറപ്പുണ്ടോ സാർ? ഒന്നുകൂടി നോക്കാം. എന്താടോ തനിക്ക് ഇത്ര നിർബന്ധം അത് പ്രീതി തന്നെ ആവണമെന്ന്? അല്ല, അതാണെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ആ കേസ് ക്ലോസ് ചെയ്യാലോ. എടോ, എനിക്ക് അധിക സമയം വേണ്ട തൻ്റെ ഈ തൊപ്പി തെറിപ്പിക്കാൻ. വെറുതെ എന്നെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ. അത് സാർ, തന്നെ പോലുള്ള മടിയന്മാരൊക്കെ എന്തിനാണോ സർവീസ് നിൽക്കുന്നത്? റിസൈൻ ചെയ്ത് പൊയ്ക്കൂടെ? ഷേ, ആണോ നോക്കുന്നതിന് ഇയാക്കെന്ത് എത്ര ഹുങ്ക്? ഇനി ആ പെങ്കൊച്ചിന്റെ ഞാൻ തന്നെ അന്വേഷിക്കണം. എന്റെ പൊന്നു പ്രീതി, താൻ എവിടെയാ? എത്ര നേരായി താൻ എന്നെ വട്ടാക്കുന്നു. ഞാൻ എത്ര വിഷമിക്കുന്നുണ്ടെന്ന് തനിക്കറിയോ? സാർ സാർ എന്താ കാണണമെന്ന് പറഞ്ഞത്? എടോ, രാവിലെ മുതൽ പ്രീതി മിസ്സിങ്ങാ. സാർ എന്താ പറയുന്നേ? അവളിവിടെ പോവാൻ? താൻ അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയിരുന്നോ? ഞാൻ നേരത്തെ വിളിച്ചപ്പോ അവളുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഞാൻ രാവിലെ മുതൽ അവൾ ട്രൈ ചെയ്യുന്നതാ. എത്ര നേരായിന്നറിയോ? അവളെ എങ്ങനെ ഇനി കണ്ടുപിടിക്കുക? അവളെവിടെ പോവാനാ സാർ? തനിക്കറിയോ അവൾക്ക് വിഷമം വരുമ്പോ അവൾ എവിടെയാ പോവാന്ന്? അവൾ സാധാരണ ബീച്ചിലോ പാർക്കിലോ പോയിരിക്കാറാ. അവൾക്ക് എന്താ വിഷമം? അത് ഇന്നലെ ഞാൻ അവളൊരു ഫയൽ ഏൽപ്പിച്ചിരുന്നു, കൂടെ ഒരു ചെക്കും. അത് രാവിലെ വരുമ്പോൾ നോക്കിയപ്പോൾ കാണുന്നില്ല. അവളാണെങ്കിൽ അത് എടുത്തിട്ടുണ്ടെന്നാ പറഞ്ഞേ. പക്ഷെ ബാഗ് മുഴുവൻ നോക്കിയപ്പോൾ സാധനമില്ല. എന്നിട്ട് ആ ദേഷ്യത്തിൽ ഞാൻ അവൾ കുറേ ചീത്ത പറഞ്ഞു. അപ്പം മുതൽ അവൾ ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, പിന്നെ വന്നിട്ടില്ല. ഓ, അതാണോ കാര്യം? അപ്പൊ സങ്കടം കൊണ്ട് അവൾ പോയതായിരിക്കും അല്ലേ? അതേടോ, രാവിലെ മുതൽ അവളെ കാണുന്നില്ല. ശരിക്കും ആ ചെക്കും ആ ഡോക്യുമെന്റ് ഒക്കെ എടുത്തത് അരുണ, അവളുടെ ലവറില്ലേ? ആ റാസ്കലോ? അവനും അതിന്റെ അപ്പുറം വേണേ ചെയ്യും. അതെ, പോലീസ് സ്റ്റേഷനിൽ നിന്ന് എനിക്ക് വിളി വന്നിരുന്നു. ഞാൻ അവനെ പോയി കണ്ടു. അതിനുശേഷമാണ് ഞാൻ സത്യമൊക്കെ അറിഞ്ഞത്. പക്ഷേ രാവിലെ എനിക്കൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അവൾ ഒരുപാട് ചീത്ത പറഞ്ഞു. ആ വിഷമത്തിൽ അവൾ പോയത്. അവളോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നറിയോ? ആരുണ്ണെ ഒഴിവാക്കാൻ. അവൾ പഠിക്കില്ല എത്ര കിട്ടിയാലും. ഞാനും അവളോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അവൾക്ക് മനസ്സിലാവില്ല കാവ്യ. അവൾ എത്ര കിട്ടിയാലും പഠിക്കില്ല. വീണ്ടും വീണ്ടും അവന്റെ വൈത്താലെ പോയി. ഇപ്പൊ കണ്ടില്ലേ, ഒക്കെ കൊണ്ടേ തൊലച്ചു. ഇനി അവളെ കുറ്റം പറയേണ്ട കാവ്യ. എനിക്ക് അവളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്കണം. സാർ പേടിക്കണ്ട, നമുക്ക് അവളെ കണ്ടുപിടിക്കാം. എങ്ങനെ? ഞാൻ പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവർക്കൊരു ചൂടൊന്നുമില്ല. എനിക്ക് തന്നെ അവളെ കണ്ടുപിടിക്കണം. അവൾക്ക് ആ മൊബൈലൊന്ന് ഓണാക്കിക്കൂടെ? അതന്നെ ഞാനും പറയുന്നത്. അവൾക്ക് ആ മൊബൈലൊന്നും ഓണായിക്കൂടെ? എന്നാ എനിക്കൊരു സമാധാനമായിരുന്നു. സാർ അത്ര നെർവസ് ആവുമെന്ന് വേണ്ട. അവൾ അവിടെ നിന്ന് എവിടെ നിന്ന് കിട്ടും? അവൾ എവിടെ പോവാനാ? കൂടി വന്നാ വല്ല സ്ഥലത്തിരുന്ന് കരയുന്നുണ്ടാവും, അല്ല എന്നെ വിളിക്കും. ഇന്ന് എന്താ എന്നെ വിളിക്കാത്തെന്ന് മനസ്സിലാവുന്നില്ല. തന്നെ വിളിച്ചിട്ടുണ്ടാവും അറിയാൻ വേണ്ടിയിട്ടാ ഞാൻ തന്നെ കാണണമെന്ന് പറഞ്ഞേ. സാർ വീട്ടിൽ പോയിക്കോ, അവളെ കിട്ടിയാ ഞാൻ പറയാം. എന്ത് വർത്താനാ കാവ്യ നീ പറയുന്നേ? അവൾ കിട്ടാതെ ഞാൻ പോവില്ല. എനിക്കറിയില്ലായിരുന്നു സാറിന് ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. തനിക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ ഈശ്വര, ഈ പ്രീതി ഇവിടെ പോയി കിടക്കുക. സാർ എത്ര അവളെ ആലോചിച്ച് വിഷമിക്കുന്നേ? സാർ, ഞാൻ ചൂടാവാൻ പറഞ്ഞല്ല. ഇറ്റ്സ് ഓക്കെ. സാർ, ഞാൻ സാധാരണ അവൾ ഇരിക്കുന്ന പാർക്കിലൊന്ന് പോയോക്കട്ടെ? അങ്ങനെ ചെയ്. എന്നാ ഞാൻ വേറെ എവിടെയും പോയി നോക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞാൻ സാറിനോട് പറയാം. ഓക്കെ. അവളുടെ വീട്ടിൽ പറയണ്ടേ കാവ്യ? അത് വേണ്ട സാർ. അവളെ അവിടെ ആർക്കും ഒരു മൈൻഡില്ല. അവൾ വന്നാലും പോയാലും ആർക്കും ഒരു പ്രശ്നമല്ല. അവൾക്ക് ആകെയുള്ളതൊരു അച്ഛനാ, പിന്നുള്ളത് രണ്ടാനമ്മയും. അവർക്ക് അവൾ വന്നാലും പോയാലും ഒരു പ്രശ്നവുമില്ല. ഇനി മരിച്ചു പോയാലും അവർ ഹാപ്പി ആയിരിക്കും. അതാണ് സാർ അവളുടെ അവസ്ഥ. ഇത്രയും വലിയ പൈസ ഒറ്റയ്ക്ക് ഉണ്ടാക്കേണ്ടി വരുന്ന വെച്ച് എവിടെയെങ്കിലും പോയിരുന്ന് കരയുന്നുണ്ടാവും. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി അല്ലേ കാവ്യ? അത് സാരല്ല സാർ, അവൾ പാവാ. അവൾ എവിടെ ഒന്നും പോയി ചെയ്യില്ല. എനിക്ക് ഉറപ്പാ അവൾ തിരിച്ചു വരും. വരണം പ്രീതി, എനിക്ക് തിരിച്ചു വരണം. അവളില്ലാതെ അവളില്ലാതെ? അവളില്ലാതെ ഒന്നുമില്ല. താൻ പോയിക്കോ. പ്രീതിയോടുള്ള സാറിന്റെ പ്രണയം കണ്ണുകളിൽ കാണാം. പിന്നെ വെറുതെ അത് മറക്കേണ്ട സാർ. കാവ്യ, താനെന്തേലും പറഞ്ഞോ?
ഇല്ല സാർ, ഞാൻ എന്തെങ്കിലും കിട്ടിയാൽ പറയാം. ഓക്കെ ബൈ.